ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഹോംലി കുക്കിൽ ഇന്ന് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കാണിക്കുന്നത്. കേരള സ്റ്റൈൽ ഗരം മസാല പൗഡർ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗരം മസാല പൗഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലകളെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇത് ചൂടായ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഗ്രാമ്പൂ. ഞാനിവിടെ ഗ്രാമ്പൂ 20 എടുത്തിട്ടുണ്ട്. ഇത് 2 ഇഞ്ച് നീളമുള്ള പട്ടയാണ്. അത് ഞാൻ ചെറിയ പീസസായിട്ട് മുറിച്ചിട്ടിരിക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് തക്കോലം. ഒരു തക്കോലം എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ പീസസാക്കി ഒന്ന് മുറിച്ചിടാം. പെട്ടെന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പീസസാക്കി ഇടുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ഏലക്കയാണ്. ഞാനിവിടെ ഒരു 20 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലുതായതുകൊണ്ടാണ് 20 എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 25 വരെയും എടുക്കാം. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ജാതിപത്രിയാണ്. ഞാനിതിവിടെ 2 എടുത്തിട്ടുണ്ട്. അതുപോലെ ജാതിക്ക വേണം. ഒരു ജാതിക്കയുടെ കാൽഭാഗത്തിന് കുറച്ച് താഴെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാൽഭാഗം വരെ എടുക്കാം. ജാതിക്ക ഒരുപാട് കൂടിപ്പോയാൽ അതിൻ്റെ ഫ്ലേവർ മുൻപിൽ നിൽക്കും. അതുകൊണ്ട് അത് അധികം ചേർക്കാൻ പാടില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗരം മസാല പൗഡർ ഒരിക്കലും അധിക ദിവസത്തേക്ക് പൊടിച്ച് വയ്ക്കരുത്. ഒരു 2 ആഴ്ചത്തേക്ക് മാത്രം പൊടിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ എല്ലാം പോവും. ഇപ്പോൾ നമ്മൾ ഏലക്ക അധികം ദിവസം പൊടിച്ച് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ പോവില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ള മസാലകളും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇനി ജീരകം ഒന്ന് പൊട്ടി തുടങ്ങി മറ്റു മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ജീരകത്തിൻ്റെ കളർ ചെറുതായിട്ട് മാറി വരുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യണം. കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പം മസാലയെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാലും മതി. ഞാനിപ്പോൾ മാറ്റുന്നില്ല. ഇത് ചൂടാറുന്നവരെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല. തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.